അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ഈ ഒരു വർഷത്തെ എൻ്റെ വിഷൻ ബോർഡിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കാര്യം ഇപ്പം നടക്കാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടു കാണും, നമ്മളൊരു ഐഫോൺ വാങ്ങിക്കാനായിട്ട് പോവാണ് ഗൈസ്. എന്തെങ്കിലും ഒരു ക്ലാരിറ്റിയുള്ള ഫോൺ വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ഈ ഒരു വർഷത്തെ എൻ്റെ വിഷൻ ബോർഡിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കാര്യം ഇപ്പം നടക്കാനായിട്ട് പോവുകയാണ്. ആൻഡ് ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഈ ഒരു സംഭവം ഈ ഒരു വർഷം തന്നെ നടക്കുമെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടു കാണും, നമ്മളൊരു ഐഫോൺ വാങ്ങിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. ആൻഡ് ഇതെൻ്റെ ആദ്യത്തെ ആപ്പിൾ പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഒരു രീതിയിലുള്ള ഒരു ആപ്പിൾ പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഒരുപാട് എക്സൈറ്റഡും ഒരുപാട് നെർവസും ഒക്കെയാണ്. എന്തെനിക്ക് പറയേണ്ട തരത്തില്ല. നമ്മൾ ഐഫോണിൻ്റെ 17 ആണ് വാങ്ങിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഫീലിംഗ് ചിലപ്പോൾ ആൻഡ്രോയിഡിൽ നിന്ന് ആദ്യമായിട്ട് ഐഫോണിലോട്ട് മാറുന്നവർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് നമ്മൾ ക്ലാരിറ്റി ഇല്ലാത്ത ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു ഇങ്ങനെ ഒരു ഐഫോണിലോട്ട് നല്ല ക്ലാരിറ്റി ഉള്ള ഫോണിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ഫീലിംഗ് വളരെ നല്ലോണം മനസ്സിലാവും. കാരണം ഞാൻ ഈ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുടെ പ്രശ്നമൊക്കെ ഒരുപാട് അനുഭവിച്ച് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉള്ള ഫോൺ വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി. എനിക്ക് എൻ്റെ ഹാപ്പിനെസ് എത്രത്തോളം എക്സ്പ്രസ് ചെയ്താലും എനിക്ക് മതിയാവത്തില്ല. ഭയങ്കര ഹാപ്പിയാണ്. അതനുസരിച്ച് തന്നെ ഞാൻ നെർവസും ആണ്. കാരണം എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ ആയിരിക്കും ചിലപ്പം. അപ്പോൾ ഒരു നെർവസ് ആണ് ഞാൻ. എന്തായാലും വാങ്ങിക്കാനായിട്ട് പോവാണ് നമ്മൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഫോൺ അല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ പ്രൊഡക്ട്സിനോട് ഭയങ്കര ക്രേസ് ഉള്ള ആളൊന്നും അല്ല ഞാൻ. എനിക്ക് മെയിനായിട്ട് നല്ല ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ വേണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒരുപാട് ആലോചിച്ച് ഒരു ഐഫോൺ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത ഒരാളല്ല ഞാൻ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുമല്ലോ, സെറ്റ് ചെയ്തപ്പോൾ ഞാൻ എക്സാമിൻ്റെ ഇടയ്ക്കൊക്കെയാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് പെട്ടെന്നാണ് ഞാൻ ഫോട്ടോസ് എല്ലാം കളക്ട് ചെയ്ത് ഇതൊന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഫോൺ വേണമെന്നുണ്ടായിരുന്നു. കാരണം ഈ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ ഒരുപാട് നാളായിട്ട് തന്നെ യൂസ് ചെയ്ത് അത് ചവാറായി. പക്ഷെ എന്നിട്ട് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കൊരു ഫോൺ എന്താണെങ്കിലും ഈ ഒരു വർഷം സ്വിച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എന്തെങ്കിലും ഒരു ഫോണിൻ്റെ ഫോട്ടോ എടുത്ത് ഒട്ടിക്കണം. ഞാൻ പെട്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അപ്പോൾ ഒരു ഐഫോൺ തന്നെ ഇരിക്കട്ടെ, ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ. അങ്ങനെ ഞാനൊരു ഐഫോണിൻ്റെ ഫോട്ടോ എടുത്ത് ചുമ്മാ അങ്ങ് വെച്ചത്. ഏത് സീരീസ് ആണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഐഫോണിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതെന്തോ 14 പ്രോയുടെ ഫോട്ടോ എങ്ങാണ്ടായിരുന്നു. പക്ഷേ അത് വെച്ചപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനൊരു സംഭവം ശരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. ഏതെങ്കിലും ഒരു ഫോൺ വാങ്ങിക്കുന്നതല്ല, ഒരു ഐഫോൺ വാങ്ങിക്കുന്നത് ഒരിക്കലും. കാരണം ഐഫോണിനോട് അങ്ങനെ ക്രേസ് എനിക്കില്ല. ഐഫോൺ തന്നെ വാങ്ങിക്കണം നിർബന്ധം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐഫോൺ എടുക്കുമെന്ന് ഒട്ടും വിചാരിച്ചതല്ല. പക്ഷേ എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഈ വീഡിയോയുടെ ക്വാളിറ്റി. ഞാൻ പറയല്ലേ, നമ്മൾ എത്രത്തോളം സെർച്ച് ചെയ്താലും അവസാനം നമ്മൾ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോക്കുമ്പം ഐഫോണിൽ തന്നെ ചെന്ന് നിൽക്കും. കാരണം ബാക്കിയുള്ള എല്ലാ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഐഫോണിനാണ് ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ ഐഫോണിലെത്തി. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 17 സീരീസിലെ ഐഫോൺ 17 ആണ്. അപ്പോൾ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു പണ്ടത്തെ ഏതെങ്കിലും ഒരു 13 അല്ലെങ്കിൽ 14 ആ ഒരു റേഞ്ച് എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ 17 ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ പ്രോ മാക്സ് എടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും 17ഉം പ്രോ മാക്സ് തമ്മിൽ കുറച്ച് ഡിഫറൻസേ ഉള്ളൂ എന്നിങ്ങനെ ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ കേട്ടു. പിന്നെ അതുമാത്രമല്ല, എനിക്ക് പ്രോയുടെ ആവശ്യമില്ല. ഈ പ്രോ എന്ന് പറയുന്ന സംഭവം നമുക്കൊരു പ്രീമിയം ലുക്ക് കിട്ടാനും, നമ്മളിപ്പോൾ എല്ലാവരും ആപ്പിൾ കുറേ പേര് എടുക്കുന്നത് നമുക്കൊരു ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊരു വെയിറ്റിനൊക്കെയാണ് വേണ്ടിയിട്ടാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പ്രോ വേർഷൻ കയ്യിരിക്കുമ്പോഴത്തേക്കും ഒരു എടുപ്പാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഈ പ്രോ എന്ന് പറഞ്ഞ് നോക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് പ്രോയ്ക്ക് കുറേയൊക്കെ ഫീച്ചേഴ്സ് എക്സ്ട്രാ ഉണ്ട്. എന്നാലും ഇപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ പ്രോ ഒക്കെ ആവശ്യമുള്ളൂ. എനിക്ക് മെയിനായിട്ട് ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റി ഒക്കെ മതി. അപ്പോൾ അതിന് 17 ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് പേര് റിവ്യൂ പറയുന്നത്. ഒരുപാട് പേർക്ക് 17 പ്രോയേക്കാളും ഇഷ്ടപ്പെട്ടത് 17 ആണ്. പിന്നെ എന്താണെങ്കിലും 17 തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇന്നലെ പോയി എല്ലാ കാര്യങ്ങളും തിരക്കിയൊക്കെ വെച്ചു, പ്രൊഡക്റ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പോയി ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുക, എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ
പിന്നെ മെയിനായിട്ട് എനിക്ക് ഇത് പറയുമ്പോൾ വേറെ കാര്യം കൂടെ പറയണം. ഇത്രയും നാൾ ഞാൻ എന്തുകൊണ്ട് ഇത്രയും എക്സൈറ്റഡ് ആവുന്നതിനുള്ള റീസൺ ആണ് പറയാൻ പോകുന്നത്. ഇത്രയും നാൾ നമ്മൾ ഈ ഒരു ഫോണിലല്ലേ ഷൂട്ട് ചെയ്തത്. അപ്പം മെയിനായിട്ട് നമുക്ക് വരുന്ന കുറച്ച് പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ക്ലാരിറ്റി ഇല്ല. അതെന്താണെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ വിഷയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ സൂം ചെയ്യുമ്പോഴത്തേക്കും നല്ലോണം ക്ലാരിറ്റി പോകും. അല്ലാതെ ക്ലാരിറ്റി തന്നെ കുറവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സൂം ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ക്ലാരിറ്റി പോകും. ഇപ്പോൾ നമ്മൾ അല്ലാതെ ഇപ്പം വ്ളോഗിന് വേണ്ടി ഇടാനല്ലെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അല്ലാതെ നമ്മൾ ഫോട്ടോസ് വീഡിയോസ് എടുക്കത്തില്ലേ, പുറത്തൊരു നല്ല സീനറി കണ്ടാൽ നമുക്കത് ക്യാപ്ചർ ചെയ്ത് വെക്കണം എന്നൊക്കെ തോന്നത്തില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോസ് വീഡിയോസ് എടുത്താൽ പോലും നമുക്ക് ആ സീനറി നല്ലോണം ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഭംഗി നമുക്ക് ഫോണിലോട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, പക്ഷേ നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഫോൺ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ആ ഒരു ഫോട്ടോ നമ്മൾ കാണുന്ന ആ ഒരു ഭംഗി ബാക്കിയുള്ളവരിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ അങ്ങനെ ഒരുപാട് വട്ടം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി എനിക്ക് നല്ല രീതിയിൽ ക്ലാരിറ്റി ഉള്ള ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മൾ നല്ലോണം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി വന്നാലും നമുക്കതിന് ആ ഒരു ഭംഗി, നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ഭംഗി നമുക്ക് ഫോണിലൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നല്ല ക്ലാരിറ്റി ഉള്ള ഫോൺ ഉണ്ടായിരുന്നു നമുക്ക് ഇതൊക്കെ ചെയ്യായിരുന്നു എന്നുള്ളത്. ചില വീഡിയോസൊക്കെ നമ്മളിപ്പോൾ സ്ലോ മോഷൻ എഫക്റ്റിലൊക്കെ എടുത്താലാണ് കുറച്ചും കൂടെ ഒക്കെ ഭംഗി. അപ്പം എൻ്റെ ഫോണിൽ എടുത്തിട്ട് സ്ലോ മോഷൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രെയിൻസ് ഒക്കെ നല്ലോണം ഇങ്ങനെ എടുത്തറിയാൻ പറ്റും. കാരണം അത്രയും ക്ലാരിറ്റി കുറവാണ്. പിന്നെ ഈ ഒരു ഫോണിന് വെച്ചിട്ട് അത് ചെയ്യുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് നല്ല രീതിയിൽ സ്ലോ മോഷൻ വീഡിയോസൊക്കെ എടുക്കുക, ഇങ്ങനെ മുടി ഇങ്ങനെ പറഞ്ഞേക്ക് ചുമ്മാ. ഇതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ വാങ്ങുമ്പോഴേ നമുക്കൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ സ്റ്റെബിലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് യൂട്യൂബിൽ വീഡിയോ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എൻ്റെ വീഡിയോസ് തന്നെ എനിക്ക് കാണുമ്പോഴത്തേക്കും പലപ്പോഴും എനിക്ക് തന്നെ തല ഇറങ്ങാറുണ്ട്. കാരണം എനിക്ക് ഒന്നാമത് മോഷൻ സിക്നസ് ഉള്ള ഒരാളാണ്. നമ്മൾ വീഡിയോസ് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ടാണ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പം അതായത് ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ കുറ്റമല്ല, നമ്മൾ എടുക്കുമ്പോൾ അത് അറിയത്തില്ല. നമ്മൾ നടന്ന് പോകുമ്പോഴൊക്കെ ഇതിങ്ങനെ ആ ഒരു നടന്ന് പോകുന്നതിൻ്റെ ഒരു ഷേക്കൊക്കെ എന്തായാലും വരും. അപ്പോൾ കാണുന്നവർക്ക് അതൊരു എന്താ പറയണ്ട, ഒരു കണ്ണിന് ഇങ്ങനെ തല ഇറങ്ങുന്ന പോലെ ഒരു ഫീൽ വരും. ഇനിയിപ്പം ഈ ഫോണിനകത്താകുമ്പം ഓട്ടോമാറ്റിക്കലി സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതെനിക്ക് ഭയങ്കര വലിയൊരു പോയിന്റാണ്, സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്നുള്ളൊരു കാര്യം. അപ്പം ആ ഒരു സ്റ്റെബിലൈസേഷൻ ഫീച്ചർ ഉണ്ട്. അപ്പം ഇനിയുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ കുലുങ്ങാതെ ആർക്കും തലയൊന്നും കറങ്ങാതെ സമാധാനമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ആദ്യം ഷെയർ ചെയ്തിട്ട് അത് പോയി വാങ്ങിക്കുന്ന വീഡിയോ കാണിക്കണമെന്നുണ്ട്. അത് ചുമ്മാ പോയി വാങ്ങിക്കുന്നതിനേക്കാളും ഇപ്പം എന്തുമാത്രം ഒരു ആഗ്രഹിച്ചാണ്, അല്ലെങ്കിൽ എന്തുമാത്രം നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് ഇതൊരു യൂസ്ഫുൾ ആവുമെന്ന് മനസ്സിലാക്കി അത്രമാത്രം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ സംഭവം പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത്ര നമ്മുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായാലല്ലേ ഇതിന് ശേഷം കാണിക്കാൻ പോകുന്നത് പർച്ചേസ് ചെയ്യുന്നതിന് ഒരു വില കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്കിനി ലേറ്റ് ആകാതെ വേഗം പോയിട്ട് നമ്മുടെ iPhone 17 ഇങ്ങ് വാങ്ങിച്ചോണ്ട് വരാം. ഓക്കെ, പൊൻവെയിൽ വീഴവേ മെല്ലവേ മാഞ്ഞു പോ ചേലിടും മഞ്ഞിൻ പളുങ്കിൽ. RP മോളിലെ റിലയൻസിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമ്മൾ വാങ്ങിക്കാമെന്ന പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ ഞാൻ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും അച്ഛനും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ അതിനകത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നോക്കി നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് വളരെ നല്ലതായിരുന്നു. കാരണം നമ്മൾ ചോദിക്കുന്ന എല്ലാ ഡൗട്ട്സും അവർ കറക്റ്റായിട്ട് തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. തേടുന്ന ഭാവം പൊൻപീലി വീശി അഴകേഴോടെ തെളിഞ്ഞുവെന്നോ ആ ഭാവമെല്ലാം ആവേശമോടെ ഛായങ്ങളാൽ നീ എഴുതിയിടുന്നുവോ. പിന്നെ നമ്മൾ ഫോണിൻ്റെ കൂടെ അഡാപ്റ്ററും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ കയ്യിൽ വേറെ ആപ്പിൾ പ്രൊഡക്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അഡാപ്റ്റേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അഡാപ്റ്ററും കൂടെ വാങ്ങിക്കാൻ പോവുകയാണ്. ഈ പോകുന്നതാണ് നമ്മുടെ ഫോൺ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബില്ല് അടച്ചിട്ട് ഇത് സ്വന്തമാക്കാം ഗൈസ്. ഗൈസ്, എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു iPhone അൺബോക്സ് ചെയ്തു. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് പറയാം ഗൈസ്.
നമ്മുടെ സന്തോഷം, ഭയങ്കര സന്തോഷം. നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ, എന്താണെങ്കിലും ഐഫോണൊക്കെ വാങ്ങിച്ചല്ലേ, അപ്പോൾ കുറച്ച് മധുരം കഴിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ താഴെയുള്ള മെക്ഡൊണാൾഡ്സിൽ പോയിട്ട് 2 ഓറിയോ മെക്ഫറി പറഞ്ഞു. ഐഫോൺ ഞാൻ നല്ലോണം നോക്കുമെന്ന് ഞാനിവിടെ പ്രതിജ്ഞ ചെയ്യുകയാണ്. എന്താ വെച്ചാൽ അഭിപ്രായം? എന്താ അഭിപ്രായം പറ. ഇല്ല, ഐഫോൺ ഞാൻ നല്ലോണം നോക്കും. കാരണം എനിക്കുണ്ടെങ്കിൽ ഇല്ല, ഇനി പാലിക്കും. ഐഫോൺ നല്ലോണം ഞാൻ കാരണം അതിന്റെ ക്വാളിറ്റി ഒക്കെ അത്രയും നല്ലോണം തന്നെ മൊബൈലിന്റെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇടയ്ക്ക് കണ്ടുപിടിക്കേണ്ടി വന്നു. നമ്മളപ്പോൾ വീട്ടിലെത്തി. നമ്മുടെ ഐഫോൺ 17, അയ്യോ, നമ്മൾ ഐഫോൺ 17 വാങ്ങിച്ചു. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇതാണ് നമ്മുടെ ഐഫോൺ 17. എനിക്ക് മറ്റേ ഇങ്ങനെയൊക്കെ വെച്ച് മിറർ സെൽഫിയൊക്കെ എടുക്കത്തില്ലേ, അപ്പം കാണുന്ന പോലെ ഒരു എടുപ്പ്. ആപ്പിൾ, ഇതാണ് നമ്മുടെ ഐഫോൺ. അപ്പം ഞാനത് ഓണാക്കി ഇതൊക്കെ നോക്കണം. കുറേ കാര്യം ഇനി പഠിക്കാനുണ്ട്. എനിക്ക് എങ്ങനെ ഇതിൻ്റെ യൂസ് ചെയ്യുന്ന കുറേ ഒന്നും അറിയത്തില്ല. അപ്പം നോക്കി എല്ലാം സെറ്റ് ആക്കിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ തുടങ്ങി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് വാങ്ങിച്ചത് എൻ്റെ പേരൻസ്, പിന്നെ ദൈവം, എല്ലാവരോടും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം എനിക്കിത് ഭയങ്കര എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട്. ഈ ഒരു കളർ ഞാൻ സേജ് ഗ്രീൻ വാങ്ങിക്കാനാണ് പോയത്. സേജ് ഗ്രീൻ കിട്ടിയില്ല, ഭയങ്കരമായിട്ട് ഡിമാൻഡുള്ളൊരു കളറാണ്. അപ്പം അതിന് ശേഷം പിന്നുള്ളത് ലാവൻഡറാണ്. എന്ന് വെച്ച് ലാവൻഡർ തന്നെ എടുക്കാം. കാരണം ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ലാവൻഡർ പോലും ചിലപ്പോൾ കിട്ടത്തില്ല, അത്രയ്ക്ക് സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളിത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ എല്ലാ ഒപ്പീനിയൻസും താഴെ കമൻറ്റും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.